അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അള്ളാഹു നമ്മുടെ ഇരുത്തം നാളെ മരണപ്പെട്ടവൻ്റെ മുന്നിലെത്തുമ്പോൾ നമുക്ക് അനുകൂലമായ വിധി പറയുന്ന നിമിഷങ്ങളിൽ എഴുതി ചേർക്കുമാറാട്ടെ, ആമീൻ. നമ്മൾ സൂറ നജ്മ് 32 ആയത്തുകളാണ് ഇതുവരെ പഠിച്ചത്. അപ്പോൾ ഈ സൂറത്ത് പ്രധാനമായിട്ടും ഇതുവരെയുള്ള വിഷയം നമ്മുടെ മനസ്സിലുണ്ടാകണം. പിന്നെ ആത്മീയത, അഭൗതികത, വിശ്വാസം, ഇതിൽ തെറ്റും ശരിയുമായിട്ടുള്ള കാഴ്ചപ്പാടാണ് ഈ സൂറത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ ലോകത്തിനപ്പുറം ഒരു ശക്തിയുണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ വിശ്വാസങ്ങൾ ഉണ്ടായിരിക്കെ തന്നെ തെറ്റും ശരിയായിട്ടുള്ള കാഴ്ചപ്പാട്. അതിൽ ശരിയായിട്ടുള്ള കാഴ്ചപ്പാട് പറയാനാണ് വഹിയും മിഅ്റാജും അള്ളാഹു തുടക്കത്തിൽ പറയുന്നത്. തെറ്റായിട്ട കാഴ്ചപ്പാടാണ് വിഗ്രഹാരാധന, മലക്കുകളെ അള്ളാഹുവിൻ്റെ പെൺമക്കളായിട്ട് കാണുക, പിന്നെ പരലോകത്ത് ഷഫാഅത്തിന് വേണ്ടിയിട്ട് പിന്നെ മറ്റ് ശക്തികൾ, അള്ളാഹു അല്ലാത്ത ശക്തികൾ സഹായിക്കുമെന്ന വിശ്വാസം. അതേപോലെ തന്നെ കഴിഞ്ഞ ആയത്തുകളിൽ നമ്മൾ പഠിച്ചത് മനുഷ്യരെന്ത് ചെയ്യുന്നു, സ്വന്തം ഊഹത്തിൽ പിന്നെ ശരിയും തെറ്റും പിന്നെ തീരുമാനിക്കുന്നു. എന്നുവെച്ചാൽ വിശ്വാസികളായിരിക്കെ തന്നെ പ്രത്യേകിച്ച് ഒരു ബേസ് ഇല്ലാതെ സ്വന്തം ഇഷ്ടം കൊണ്ട്, ഊഹം കൊണ്ട് ശരി തെറ്റുകൾ തീരുമാനിക്കുന്നു. അതിൻ്റെ ഒരു ഉദാഹരണമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തെറ്റിനെ കുറിച്ച്, എന്ന് വെച്ചാൽ തെറ്റ്, ഒരു തിന്മ, തെറ്റുകൾ, അതിനെക്കുറിച്ച് ഫലാ യുസക്കു അൻഫുസക്കും, എന്ന് വെച്ചാൽ സ്വയം നന്നായി എന്ന് സ്വയം തീരുമാനിക്കുക, അല്ലെങ്കിൽ മനുഷ്യന് ഒരു വീഴ്ചയും സംഭവിക്കാതെ മലക്കുകളെപ്പോലെ പുണ്യാത്മാക്കളാക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുക എന്നതൊക്കെ ഒക്കെ പരാമർശിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ആയത്തിൽ അള്ളാഹു പറഞ്ഞത് എന്ത്, നിങ്ങൾ പിന്നെ ലമം ഒഴികെ, എന്ന് വെച്ചാൽ വീഴ്ചകൾ ഒഴികെയുള്ള വലിയ തെറ്റുകൾ ഒഴിവാക്കുന്നവരാണ് മനുഷ്യർ. അതേസമയം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഫലാ യുസക്കു അൻഫുസക്കും, നമുക്ക് ഒരിക്കലും മരണം വരെ സ്വയം പെർഫെക്റ്റായി, സ്വയം വിശുദ്ധരായി എന്ന് പ്രഖ്യാപിക്കാൻ മനുഷ്യനായിരിക്കെ കഴിയില്ല. അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇൻഷാ അല്ലാഹ് പിന്നെ 33 മുതൽ 42 വരെയുള്ള ആയത്തുകളായിരിക്കും. കഴിഞ്ഞ ആ ആയത്തിൻ്റെ തുടർച്ചയാണ് ഇനി പറയാൻ പോകുന്ന ആയത്തുകൾ. അതിൻ്റെ ആയത്തിൻ്റെ ആയത്തിൻ്റെ വാക്കർത്ഥത്തിലേക്ക് പോയിട്ട് നമുക്ക് വിശദീകരണത്തിലേക്ക് പോകാം. 33-ാമത്തെ ആയത്ത്, അഫറ ഐത്തല്ലദീ തവല്ല. അഫറ ഐത്ത എന്ന് പറഞ്ഞാൽ, അറ ഐത്ത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ കാണലാണ്. പക്ഷേ ഖുർആനിൽ അറ ഐത്ത എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് മാത്രമല്ല, നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ, നിങ്ങൾ കൺസിഡർ ചെയ്തിട്ടുണ്ടോ എന്നതൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അതായത് പിന്നെ ഒരാളോട് ചിന്തിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ചോദ്യമാണ് അറ ഐത്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ എന്ന് പറയുന്നത്. ദീനിനെ കളവാക്കുന്നവനെ കാണുന്നുണ്ടോ എന്ന് മാത്രമല്ല, ഇപ്പോൾ അവരെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നും കൂടിയാണ്. ഇവിടെ അറൈത്ത അല്ല, അഫറ ഐത്തയാണ്. ഫാ എന്ന് പറഞ്ഞാൽ മുന്നേ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് അതുകൊണ്ട് എന്ന് കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഫാ ഉപയോഗിക്കുക. അപ്പോൾ അഫറ ഐത്ത എന്ന് പറഞ്ഞാൽ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നാണ് അള്ളാഹ് ചോദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എന്താണ്, മനുഷ്യർ ഊഹം കൊണ്ട്, അവരുടെ ദേഹേച്ഛഹവ കൊണ്ട്, ലോകത്തിൽ മാത്രം പരിമിതമായ അറിവുകൾ കൊണ്ട് ധാരാളം ശരി തെറ്റുകളെ സ്വയം തീരുമാനിക്കുന്നു. ഇതിനെയൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു ചോദിക്കുകയാണ്. അഫറ ഐത്ത, എന്താണ് ചിന്തിക്കേണ്ടത്? അല്ലദീ തവല്ല. തവല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 2 ഓപ്പോസിറ്റ് മീനിങ് ഉള്ള പദമാണ് ഈ തവല്ല എന്ന് പറയുന്നത്. ഈ തവല്ലേന്നാണ് വലിയ, മൗല എന്നൊക്കെ വരുന്നത്. ഒന്നിനോട് അടുക്കുക എന്നർത്ഥമുണ്ട്, അവിടെയാണ് മൗല പിന്നെ വലിയൊക്കെ വരുന്നത്. അതേപോലെ തന്നെ തവല്ല എന്ന് പറഞ്ഞാൽ ഒന്നിൽ നിന്നും വിട്ടകലുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഓപ്പോസിറ്റ് മീനിങ് എന്ന് വെച്ചാൽ, സ്വാഭാവികമായിട്ടും നമ്മൾ ഒന്നിനോട് അടുക്കുമ്പം മറ്റൊന്നിൽ നിന്നും വിട്ടൊഴിയുകയും ചെയ്യുന്നുണ്ട് എന്നതാണ്. അള്ളാഹുവിലേക്ക് നമ്മൾ അടുക്കുമ്പം ശരിക്കും ഇപ്പോൾ അള്ളാഹു അല്ലാത്തതിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, വിട്ടകലുന്നുണ്ട്. ഇവിടെ തവല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്നും അകലുന്നവരാണ്. അപ്പോൾ ആരുടെ അടുക്കുന്നത്, തെറ്റിലേക്കാണ് അടുക്കുന്നത്, അള്ളാഹുവിൻ്റെ അടുത്താണ് അകലുന്നത്. അപ്പം അഫറ ഐത്തല്ലദീ തവല്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്നും വിട്ടൊഴിഞ്ഞും പോകുന്നവനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്താണ് അവർ ചെയ്യുന്നത്? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കുക എന്നാണ്. പക്ഷേ പിന്നെ കൊടുക്കുന്നതിൻ്റെ സൂപ്പർലേറ്റീവാണ്, എന്ന് വെച്ചാൽ ധാരാളമായി കൊടുക്കുന്നതിനെ കുറിച്ചാണ് അഴ്ത്ത എന്ന് പറയുക. അവർ കൊടുക്കുന്നു, കലീലൻ,
കുറച്ചാണ് എന്ത് ചെയ്യുന്നുള്ളൂ, കൊടുക്കുന്നുള്ളൂ. അക്ദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഈ ഇംഗ്ലീഷിൽ റോക്ക് ബോട്ടം ഹിറ്റ് ചെയ്യുക എന്ന് പറയില്ലേ, എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുതിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടിയുള്ള സ്ഥലത്തിനാണ് കുതിയ എന്ന് പറയുക, ഉറച്ച കല്ലിന്. ഒരു കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പം നമുക്ക് ഇനി ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ ഒരു ഉറച്ച സ്ഥലത്ത് പോയി തട്ടുന്നതിനെ കുറിച്ചാണ് എന്ത് പറയുക, അക്ദ എന്ന് പറയുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലീലൻ, അവർ കുറച്ച് കൊടുക്കുന്നു, എന്നിട്ട് അവർക്കൊരു തടസ്സം വന്നപ്പോൾ അവരെന്ത് ചെയ്യുന്നു, അവരവിടെ നിർത്തുന്നു എന്നതാണ് കലീലൻ അക്ദ എന്നുള്ളത്. ഈ അഅ്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖുർആനിൽ ഞാൻ പറഞ്ഞു കൊടുക്കുക എന്നാണ് അഅ്ത എന്നുള്ള അർത്ഥം. പക്ഷെ കൊടുക്കുക എന്ന അർത്ഥത്തിൽ അഅ്ത ഖുർആനിൽ വളരെ കുറച്ചേ ഉപയോഗിച്ചിട്ടുള്ളൂ. അള്ളാഹു കൊടുക്കുന്നതിനെ കുറിച്ചാണ് അഅ്ത എന്നുള്ള പദം ധാരാളമായി ഉപയോഗിച്ചത്. മനുഷ്യൻ കൊടുക്കുന്നതിനെ കുറിച്ച് വളരെ കുറവേ ഉപയോഗിച്ചിട്ടുള്ളൂ. മനുഷ്യൻ കൊടുക്കുന്നതിനെ കുറിച്ച് ഖുർആൻ ഉപയോഗിച്ച പദം ഇൻഫാഖാണ്. അൻഫക്ക നമ്മൾ പറയില്ലേ, എന്താണ് സൂറ ബഖറയിലെ തുടക്കത്തിൽ തന്നെ ഉണ്ടല്ലോ, യുംഫിക്കൂന, അള്ളാഹു കൊടുത്ത് തന്നതിൽ നിന്നും യുംഫിക്കൂൻ എന്ന് പറയുന്നത്. അതിൻ്റെ രണ്ടിൻ്റെയും വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഅ്ത എന്ന് പറയുന്നത് കൊടുക്കുന്ന ആളുടെ മനസ്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള പദമാണ്. എന്ന് വെച്ചാൽ കൊടുക്കാനുള്ള താല്പര്യത്തെയൊക്കെ കുറിക്കുന്നതാണ്. അൻഫക്ക എന്ന് പറയുന്നത് കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. എന്താണ് കൊടുക്കുന്നത്, ആർക്കാണ് കൊടുക്കുന്നത് എന്നതിനെയൊക്കെ ഫോക്കസ് ചെയ്യാനാണ് അൻഫക്ക എന്ന് ഉപയോഗിക്കുന്നത്. ഇത് വേറെ തന്നെ വിഷയമാണ്, ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു സന്ദർഭത്തിൽ ചർച്ച ചെയ്യാം. അപ്പം അള്ളാഹു ഇവിടെ പറയുന്നത് ഊഹം കൊണ്ടും ദേഹേച്ഛ കൊണ്ടൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർ വന്നെത്തിയിട്ടുള്ള ഒരു നിലപാട് എന്താണ്, ഖലീലൻ അക്ദ. അവർ കൊടുക്കും, പക്ഷെ അവരെന്ത് ചെയ്യും, അവർ വളരെ കുറച്ചേ കൊടുക്കുന്നുള്ളൂ എന്ന് മാത്രമല്ല, എന്തെങ്കിലും ഒരു തടസ്സം വരുമ്പോൾ എന്ത് ചെയ്യും, ആ കൊടുക്കലിനെ നിർത്തും. എന്നിട്ട് അടുത്ത ആയത്തിൽ അള്ളാഹു ഒരു സർക്കാസം പോലെ അവരോട് ചോദിക്കുകയാണ്, അവൻ്റെ അടുത്തുണ്ടോ ഇൽമുൽ ഗൈബ്, പിന്നെ കാണാൻ പറ്റാത്ത അഭൗതികമായ അറിവ്, എന്ന് വെച്ചാൽ പരലോകത്തിനെ കുറിച്ചുള്ള അറിവ് അവരുടെ അടുത്തുണ്ടോ, ഫഹുവ യറ, അവരത് നോക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നത് കൊടുത്തതൊക്കെ ഇത്ര മതി എന്ന് തീരുമാനിക്കണമെങ്കിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ. അതെന്താണ്, പരലോകത്ത് ഞാൻ രക്ഷപ്പെടും എന്നുള്ള കോൺഫിഡൻസ് ആണ്. അപ്പോൾ അള്ളാഹ് അവർ ചോദിക്കുകയാണ് എന്ത്, ഇൽമുൽ ഗൈബ്, മരിച്ചു കഴിഞ്ഞിട്ട് അള്ളാഹിൻ്റെ മുന്നിലെത്തിയിട്ട് രക്ഷപ്പെടും എന്നൊക്കെ കോൺഫിഡൻ്റ് ആണോ എന്നതാണ്. ഇൽമുൽ ഗൈബി ഫഹുവ യറ, എന്നിട്ട് അവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അവർ വിജയിക്കുന്നത്. അതാണോ നിങ്ങളുടെ കാര്യം? അംലം യുനബ്ബ ബിമാ ഫീ സുഹഫി മൂസ, അവർക്ക് വന്നിട്ടില്ല, അല്ല മൂസായുടെ പിന്നെ സുഹുഫി മൂസ ഉള്ളതിനെ പറ്റി അവർക്ക് അറിവ് വന്നിട്ടില്ലേ എന്നാണ്. സുഹുഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷീറ്റ്, പേജ് എന്നൊക്കെ അർത്ഥത്തിലാണ് സുഹുഫ്. പക്ഷേ ഖുർആനിൽ സുഹുഫ് എന്ന് ഉപയോഗിക്കുന്നത് ഓൾറെഡി ഒരു സമൂഹത്തിൽ അറിയുന്ന കാര്യങ്ങൾ എന്നത് കുറിക്കാനാണ്. സുഹുഫിൽ ഊല, മുന്നേ ഓൾറെഡി അറിയുന്ന കുറേ സത്യങ്ങൾ, അതിനെ ഉപയോഗിക്കാനാണ് സുഹുഫ് എന്ന് പറയുക. അപ്പോൾ അള്ളാഹ് ചോദിക്കുന്നത് രണ്ട് കാര്യമാണ് ചോദിക്കുന്നത്. ഒന്ന്, അവർക്ക് പരലോകത്തിനെ കുറിച്ച് ഓൾറെഡി അറിയുമോ, ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തേത്, അവർക്ക് ഓൾറെഡി അറിയില്ലേ കുറച്ച് കൊടുക്കുന്നത് ശരിയല്ല എന്നത് ആരുടെ അടുത്തുണ്ട്, മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ സുഹുഫിൽ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, അതിനെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. ഇബ്രാഹിം അല്ലദീ വഫ, ഇബ്രാഹിം വഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർത്തിയാക്കിയ, കംപ്ലീറ്റ് ചെയ്തതെന്നാണ്. എല്ലാ കടമകളും തൻ്റെ ജീവിതത്തിലുടനീളം പൂർത്തിയാക്കിയ ഇബ്രാഹിമിനെ കുറിച്ചുള്ള വാർത്ത അവർക്ക് വന്നിട്ടില്ലേ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ വിശദീകരിക്കാം ഇൻഷാ അല്ലാഹ്. 38-ാമത്തെ ആയത്തിൽ അല്ലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റ, ഖുർആനിൽ റിപ്പീറ്റ് ആയിട്ട് നമ്മൾ ഓതുന്ന ഒരു പ്രയോഗമാണ്. അല്ലാ തസിറു, വിസ്ർ എന്ന് പറഞ്ഞാൽ വെയിറ്റ് ആണ്, ഭാരം. അല്ലാ തസിറു വാസിറത്തൻ, വാസിറ എന്ന് പറഞ്ഞാൽ വെയിറ്റ് എടുക്കുന്ന ആളാണ്. ഒരു വെയിറ്റ് എടുക്കുന്ന ആളും ഒരു ഭാരം ചുമക്കുന്നവനും എന്ത് ചെയ്യൂല, അന്യൻ്റെ ഭാരം ചുമക്കുകയില്ല എന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ പിന്നെ മിഥ്യാബോധം കൊണ്ട് ഇവിടുന്ന് എന്ത് ചെയ്യണ്ട, ജീവിച്ചു പോകണ്ട. ഒരാളും മറ്റൊരാളുടെ ഭാരം, പാപഭാരം എന്താണ്, പ്രവർത്തന ഭാരം എന്ത് ചെയ്യൂല, ഏൽക്കൂല. അല്ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ, മനുഷ്യന് അവൻ പ്രയത്നിച്ചതല്ലാതെ മറ്റൊന്നില്ല. അല്ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പദം സഅ എന്നുള്ളതാണ്. സഅ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തടസ്സത്തിനെ മറികടക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന എഫേർട്ടിനെ കുറിച്ചാണ് സഈ എന്ന് നമ്മൾ പറയില്ലേ, ഹജ്ജിനും ഉംറക്കൊക്കെ സഈ, അതാണ് സഅ എന്ന് പറഞ്ഞാൽ ഒരു തടസ്സം ഉണ്ടെങ്കിൽ അതിനെ ഇതിനെ നമ്മൾ ഏതിനോടെ ഇപ്പോൾ ബന്ധിപ്പിക്കുക, അക്ദ എന്ന് നേരത്തെ പറഞ്ഞില്ലേ. ഒരു തടസ്സം വന്നപ്പോൾ നിന്നതിൻ്റെ ഓപ്പോസിറ്റ് അല്ല പറയുന്നത്, മനുഷ്യന് അമലിൻ്റെ പ്രതിഫലം കിട്ടുമെന്നല്ല പറയുന്നത്, മനുഷ്യന് അവൻ പ്രയത്നിച്ചതിൻ്റെ പ്രതിഫലം മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അവന് കിട്ടുള്ളൂ. അന്ന സഅയഹു സൗഫ യുറ,
അവൻ പ്രയത്നിച്ചതൊക്കെ അവൻ എന്ത് ചെയ്യും, അടുത്ത് തന്നെ കാണും. അപ്പൊ ഇത് ഏതുമായിട്ടാണ് ബന്ധം? നേരത്തെ അള്ളാഹ് ചോദിക്കുന്നുണ്ട്, ഇൻദഹു ഇൽമുൽ ഗൈബി വഹുവാറ, എന്ന് വെച്ചാൽ അവര് പരലോകത്തെ കുറിച്ച് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹ് ഇതിന് ഓപ്പോസിറ്റ് പറയുന്നത് എന്താണ്? നിങ്ങൾ പ്രയത്നിച്ചതൊക്കെ നാളെ നിങ്ങൾ എന്ത് ചെയ്യും, കാണും എന്നാണ്. സുമ്മ യുജ്സാഹുൽ ജസാഅൽ ഔഫ, പിന്നെ എന്ത് ചെയ്യും, അള്ളാഹു പരലോകത്തെത്തിയാൽ പൂർണ്ണമായിട്ട് എന്ത് ചെയ്യും, ഇതിന് പ്രയത്നത്തിന് പ്രതിഫലം കൊടുക്കും. വ അന്ന ഇലാ റബ്ബിക്കൽ മുൻതഹ, നിന്റെ രക്ഷിതാവിൻ്റെ അടുക്കലാണ് എല്ലാം ചെന്ന് അവസാനിക്കുന്നത്. അപ്പം വളരെ സുന്ദരമായിട്ടുള്ള, എന്ന് വെച്ചാൽ ഈ 9 ആയത്തുകൾ നമ്മൾ എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ വിശ്വാസി മുസ്ലിങ്ങളുടെ പ്രശ്നമാണ് ഇവിടെ പറയുന്നത്. എന്നെക്കുറിച്ചാണോ പറയുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകുമാറ് നമ്മളെക്കുറിച്ചാണിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് അള്ളാഹു ഇവിടെ പറയുന്നത്? ഇവിടുത്തെ വിഷയം, ഇതിൻ്റെ ചുരുക്കം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞു നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, സ്വയം നന്നായി എന്ന് പ്രഖ്യാപിക്കരുത്. അത്തരം പരിപാടികളും നമ്മൾ ചെയ്യരുത്. സ്വയം നന്നായി എന്ന് പ്രഖ്യാപിക്കരുത്. അതിനെ തുടർന്ന് അള്ളാഹ് പറയുന്നത്, ഇങ്ങനെ തെറ്റായിട്ട് മനസ്സിലാക്കിയാൽ 2 മാനസികാവസ്ഥ വരും, 2 തെറ്റായ മാനസികാവസ്ഥ. ഒന്ന്, വിജയിക്കാൻ വേണ്ടതൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് എന്ന ഒരു ഓവർ കോൺഫിഡൻസ് നമുക്ക് വരും. കലീലൻ വാക്ത. രണ്ടാമത് നമുക്ക് വരാൻ സാധ്യതയുള്ള ഒരു തെറ്റിദ്ധാരണ, നമ്മളല്ല, സംഘടനയും സമൂഹവും സമുദായവും തറവാടും പിന്നെ എന്താണ് ഉപ്പയും ഉമ്മയും ആരെങ്കിലൊക്കെ ആയിട്ട് എന്ത് ചെയ്യും, നമ്മളെ ഏറ്റെടുക്കും, നമ്മളെ പേര് എന്ന്. അതാണ് അല്ലാ തസിറു വാസിറത്തൻ വിസിറ ഉഖറ. അപ്പൊ വിശ്വാസികൾക്ക് വരാൻ സാധ്യതയുള്ള 2 തെറ്റിദ്ധാരണയെ അള്ളാഹു ഇവിടെ തിരുത്താണ്. ഒന്നെന്താണ്, ചെയ്തത് മതിയായി എന്ന കോൺഫിഡൻസും, 2 എന്നെ ആരെങ്കിലൊക്കെ ഏറ്റുകൊടുത്തുകൊള്ളും എന്ന 2ാമത്തെ കോൺഫിഡൻസും. എന്നിട്ട് അള്ളാഹ് പറയാണ്, വിജയിക്കാൻ ഒരു സാധനം കൊണ്ട് മാത്രമേ നമ്മൾ വിജയിക്കുള്ളൂ. അത് സഅയാണ്. സഅയ് എന്ന് പറഞ്ഞാൽ പ്രയത്നമാണ്. തടസ്സമുണ്ടാകുമെന്ന് പ്രഖ്യാപിക്കുന്നതാണ് സഅയ്. സഅയിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തടസ്സം എന്തായാലും ഉണ്ടാവുന്നതാണ്. തടസ്സത്തെ മറികടക്കുന്ന അമലുണ്ടായാലേ നമ്മൾ വിജയിക്കുള്ളൂ. പിന്നെ ഇതിനെ തെറ്റാണ് എന്ന് കാണിക്കാൻ വേണ്ടി അള്ളാഹു ചോദിക്കുന്ന ചോദ്യം, ഇൻദഹു ഇൽമുൽ ഗൈബി ഫഹുവ യറ, പരലോകത്ത് എങ്ങനെയാണ് നമ്മുടെ അമലുകളെ അള്ളാഹു വിചാരണ ചെയ്തിട്ട് പ്രതിഫലം തരാൻ പോകുന്നത് എന്നുള്ളത് ഒരു മനുഷ്യനും പ്രവാചകന്മാർക്ക് മുതൽ ആർക്കും എന്തില്ല, ഒരു ഐഡിയയും ഇല്ലാത്ത സംഭവമാണ്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചൊരു കോൺഫിഡൻസോ ഒരു തീർപ്പിലോ എത്തുന്നത് ശുദ്ധ മണ്ടത്തരാണ് എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. അതേപോലെ തന്നെ അള്ളാഹു ഇതിനോട് ചേർത്ത് വെക്കുന്നത്, ഇസ്ലാമിൻ്റെ തുടക്കം മുതൽ ചരിത്രപരമായിട്ട് തന്നെ സഅയ് മാത്രമേ വിജയിച്ചിട്ടുള്ളൂ എന്നതിന് 2 ഉദാഹരണങ്ങൾ ചരിത്രത്തിൽ നോക്കിയാൽ മതി. ഒന്ന് മൂസാ നബി അലൈഹിസ്സലാമാണ്, 2 ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്. അവസാനം അള്ളാഹു പറയുന്നത് അന്ന ഇലാ റബ്ബിക്കൽ മുൻതഹ എന്ന് പറഞ്ഞാൽ, നമ്മളുടെ ഊഹങ്ങൾ അനുസരിച്ചിട്ടല്ല മഹ്ശറയിൽ കാര്യങ്ങൾ നടക്കുക, എല്ലാം ചെന്ന് എത്തുന്നത് ആരുടെ അടുത്തേക്കാണ്? അള്ളാഹിൻ്റെ അടുത്തേക്കാണ് എന്നുള്ളതാണ്. നമുക്ക് 2 സബ്ജക്റ്റായിട്ട് ഇതിനെടുത്താൽ, ഒന്നാമത്തെ സബ്ജക്റ്റ് പ്രവർത്തനം മതിയായി എന്ന തോന്നൽ, ഇതിനെ ട്രീറ്റ് ചെയ്യുന്നതാണ് ഇത് നമുക്ക് വരാൻ സാധ്യതയുള്ള, നമ്മളിനി ഇല്ല എന്ന് പറഞ്ഞാലും സബ് കോൺഷ്യസ് ആയിട്ട് നമ്മളെ അബോധ മനസ്സിൽ നമ്മളെ നയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മാനസികാവസ്ഥ ഇതാണ്. കുറച്ചൊക്കെ ചെയ്തത് മതിയായി എന്ന എവിടെയോ ഒരു കോൺഫിഡൻസ് നമ്മളെ നയിക്കുന്നുണ്ടോ എന്ന് നമ്മളോട് ചോദിക്കേണ്ടുന്ന വിഷയമാണ്. കുറേ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമുക്ക് തോന്നുന്നുണ്ടോ എന്നതാണ്. നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, ഭയങ്കര നിസ്കാരം, തഹജ്ജുദ്, റമളാൻ, വൻ സംഭവങ്ങൾ, നിസ്കാരത്തമ്പ്, താടി, ഭയങ്കര നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് തോന്നുന്നുണ്ടോ എന്നത് നമ്മൾ ആലോചിക്കേണ്ടുന്ന കാര്യമാണ്. അതേപോലെ തന്നെ ആരാധനകളും ചടങ്ങുകളും നമുക്കൊരു തരം വ്യാജ ആത്മവിശ്വാസം തരുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു പ്രശ്നം, നമ്മളൊരു സമുദായത്തിൻ്റെ അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ നീങ്ങുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഞാൻ എന്തോ ചെയ്യുന്നുണ്ട് എന്ന് കോൺഫിഡൻസ് തരുന്ന ഒരു സാധനങ്ങൾ എന്തായിരിക്കും? അതിലെ ചടങ്ങുകളും ആരാധനകളുമാണ്. അതേപോലെ ഒരു സമുദായത്തിൻ്റെ ഭാഗമാകുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഓവർ കോൺഫിഡൻസ് കിട്ടും. നമ്മളെല്ലാവരും മുസ്ലിങ്ങൾ, നമ്മളതിൻ്റെ ഭാഗം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകുമ്പോൾ പരലോകത്ത് രക്ഷപ്പെടുമെന്നുള്ള അമിത ആത്മവിശ്വാസം. ഇതിൽ പിന്നെ നമുക്ക് വരാൻ കഴിയുന്നൊരു സാധനം, ഇത് ഞാൻ നിങ്ങളോട് ആദ്യം തന്നെ പറയുന്നത്, ഈ ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങൾ നമ്മളിൽ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല. നമ്മളിൽ ഉണ്ടോ എന്ന ചോദ്യം ഉള്ളിൽ ചോദിക്കാൻ കഴിഞ്ഞാൽ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടും. അല്ലെങ്കിൽ നമ്മൾ നല്ല മുസ്ലിങ്ങളും നിങ്ങൾ ആരെയോ കുറിച്ചൊക്കെ ആയിരിക്കും ആലോചിക്കുക. അബ്ദുള്ള, പരിചയമുള്ള ഏതോ ആളെക്കുറിച്ച് ആലോചിച്ചിട്ടുള്ള നമ്മളെക്കുറിച്ച് ആലോചിക്കണം. പിന്നെ നമുക്കുള്ള ഇത്, കുറേ നന്മ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഇടക്കൊന്ന് കുറഞ്ഞാലും കുഴപ്പമില്ല. കുറേ നന്മ ചെയ്യുന്നുണ്ട്,
പിന്നെ ഇടയ്ക്ക് കുറേ തിന്മകൾ ചെയ്താലും കുഴപ്പമില്ല എന്നതൊക്കെ നമ്മളെ സ്വാധീനിക്കാൻ ചാൻസ് ഉണ്ട്. ഈ സൈക്കോളജിയിൽ മോറൽ ലൈസൻസിങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മോറൽ ലൈസൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും നല്ലത് ചെയ്യുന്നത് പിന്നെ മോശമായതോ കുറച്ച് നല്ലതല്ലാത്ത കാര്യങ്ങളോ ചെയ്യാൻ ഉള്ളിൽ തന്നെ എന്ത് ചെയ്യും, നമുക്കൊരു ന്യായീകരണം കിട്ടും. കുറേ നല്ലത് ചെയ്യുമ്പം കുറച്ചൊക്കെ എന്താണ് അധാർമികമായ തെറ്റായ സാധനങ്ങൾ, അതാണ് മോറൽ ലൈസൻസിങ് എന്ന് പറയുന്നത്. കുറ്റബോധമില്ലാതെ അധാർമികമായി പെരുമാറാൻ ഉള്ളിൽ നിന്ന് എന്ത് ചെയ്യും, ഒരു ലൈസൻസ് കിട്ടും. ഇതിന് ഉദാഹരണമായിട്ട് ഞാനിങ്ങനെ വായിച്ചപ്പം ഈ ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നതിൻ്റെ ഒന്നിച്ച് ഡയറ്റ് സോഡ കുടിക്കുന്ന ഒരു ഇതുണ്ടല്ലോ, എന്നുവെച്ചാൽ സംഭവം ഫാസ്റ്റ് ഫുഡാണ് കഴിക്കുന്നത്, അപ്പം അതിൻ്റെ ഒരു ഇത് കറക്കാൻ വേണ്ടി ഞാൻ ഡയറ്റ് സോഡ കൂടെ കുടിക്കുന്നുണ്ടല്ലോ എന്ന് പറയുന്നത്, അതാണ് മോറൽ ലൈസൻസിങ്. നമ്മളിൽ ഇതുണ്ട് എന്നുള്ളത് കാര്യം 150% ഉറപ്പാണ്. കാരണം അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയൊന്നും ആയിരിക്കൂല ആൾക്കാർ. നമ്മളിൽ എവിടെയോ നമ്മൾ ചെയ്തത് ഓക്കെയാണ്, നമ്മൾ ചെയ്യുന്നത് പിന്നെ ഏതോ അർത്ഥത്തിലൊക്കെ കുറച്ചൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ഓക്കെയാണ് എന്ന ബോധമുണ്ട്. അള്ളാഹുവിടെ ഖുർആനാണ് പറയുന്നത്. ഖുർആൻ നമ്മുടെ മനസ്സിനെ ചികിത്സിച്ചു കൊണ്ട് പറയുന്നത് ഖലീലൻ വഅഖ്ദ. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക, അള്ളാഹു പ്രവർത്തനത്തെക്കുറിച്ച് ഇവിടെ പറയുന്നത് നമസ്കാരത്തെക്കുറിച്ചല്ല, നോമ്പിനെ കുറിച്ചല്ല, ഹജ്ജിനെ കുറിച്ചല്ല, കൊടുക്കുന്നതിനെ കുറിച്ചാണ്. ഒരാൾ അയാളുടെ സമ്പത്ത് അയാൾക്ക് ഇഷ്ടമുണ്ടായിരിക്കെ അയാൾക്ക് ഒരു ലാഭവും ഭൗതികമായ ലാഭവും ഇല്ലാതെ മറ്റൊരാൾക്ക് കൊടുക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ അള്ളാഹ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആരാധനകൾ ഭയങ്കര പ്രയത്നം ആവശ്യമുള്ളതാണ്. ആരാധനകളുടെ അപ്പുറം നമ്മൾ വല്ലാതെ ബ്ലോക്കിംഗ് ആയിട്ടുള്ള സാധനമായിരിക്കും നമ്മൾക്ക് നഷ്ടം വരുത്തിക്കൊണ്ട് നമുക്കൊരാൾക്ക് കൊടുക്കാൻ കഴിയുക എന്നുള്ളത്. രണ്ട്, പിന്നെ സ്വാർത്ഥത ഇല്ലാതായാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ പണി ചെയ്യാൻ പറ്റുള്ളൂ. ഖുർആൻ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഖുർആൻ നമ്മൾ ഇങ്ങനത്തെ എല്ലാ മനസ്സിനെയും പൊളിക്കുന്ന കാണാൻ പറ്റും. ഖുർആനിൽ സൂറ ബക്കറയിൽ 177-ാമത്തെ ആയത്തിൽ ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹക്കും ഖിബ്ലൽ മശ്രിഖി വൽ മഗ്രിബ്. നന്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കലല്ല എന്നാണ് ഇസ്ലാമിനെ കുറിച്ച് പിന്നെ നമുക്ക് പഠിപ്പിച്ചു തരുന്ന സൃഷ്ടാവ് പറയുന്നത്. നമസ്കരിക്കാൻ പറഞ്ഞ, ഖിബിലക്ക് നേരെ ഫേസ് ചെയ്യണം എന്ന് പറഞ്ഞ, പിന്നെ എന്താണ് കുമ്പിടണം എന്ന് പറഞ്ഞ, 5 നേരം ഇത് ചെയ്യണം എന്ന് പറഞ്ഞ സൃഷ്ടാവ് പറയുന്നത് ലൈസൽ ബിർറ, നന്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻ തുവല്ലു വുജൂഹക്കും ഖിബ്ലൽ മശ്രിഖി വൽ മഗ്രിബ്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല തിരിച്ചത് കൊണ്ടോ ഒന്നും നന്മ പൂർണ്ണമാവില്ല. നന്മ എപ്പോഴാണ് പൂർണ്ണമാകുക എന്ന് പറയുന്നതിൻ്റെ ഇടയ്ക്ക് അള്ളാഹ് പറയുന്നത് ആത്തൽ മാല അലാ ഹുബ്ബിഹി, ഒരു സമ്പത്തിനോട് സ്വയം ഇഷ്ടമുണ്ടായിരിക്കെ ദവിൽ കുർവ, അടുത്തുള്ളവർക്ക് കൊടുക്കാനും, വൽ യതാമ വൽ മസാക്കീന വബ്ന സബീൽ, അപ്പോഴാണ് നന്മ ആയി മാറുകയുള്ളൂ എന്നുള്ള പറയുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പം നമ്മുടെ ഒരു വലിയ വെല്ലുവിളി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെവിടെ എത്തി നിൽക്കുന്നു. ഇപ്പം പരീക്ഷൻ്റെയൊക്കെ കേസാണെങ്കിൽ നമുക്ക് ഏകദേശം എവിടെ എത്തി നിൽക്കുന്നു നമ്മൾ സ്വന്തത്തിനെ മെഷർ ചെയ്യാൻ കഴിയും. പരലോകത്തിൻ്റെ കാര്യത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയില്ല നമ്മൾ ഏത് സ്റ്റേജിലാണ്, സ്വർഗത്തിന് അർഹനാണോ നരകത്തിലേക്കാണോ നമുക്കറിയില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. പക്ഷെ ഖുർആൻ പറയുന്നത് നിങ്ങൾ ഈ കണക്കിൽ ഫോക്കസ് ചെയ്യരുത്. അള്ളാഹു നമ്മളും തമ്മിലുള്ള ഡീലിംഗ് എന്ന് പറയുന്നത് ഒരു കണക്ക് പുസ്തകത്തിലെ അക്കങ്ങളുടെ പ്രശ്നമല്ല. അള്ളാൻ്റെ വിചാരണ എന്ന് പറയുന്നത് ഉള്ളിലെ നീയത്ത്, സാഹചര്യം, നിഷ്കളങ്കത, മനസ്സ്, ഇതൊക്കെ പരിഗണിച്ചു കൊണ്ടുള്ള. അതുകൊണ്ടാണ് പിന്നെ അത്രയും പേരെ കൊന്നൊരാൾ എന്തുകൊണ്ട് സ്വർഗത്തിൽ പോകുന്നു എന്ന് നമുക്ക് ഇപ്പോഴും അത്ഭുതമാകുന്നത് നമ്മൾ എണ്ണങ്ങളിൽ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ടാണ്. അള്ളാഹ് പറയുന്നത് നിങ്ങൾ ഈ എണ്ണത്തിലേ ഫോക്കസ് ചെയ്യരുത്. നിങ്ങൾ എത്ര കൊടുത്തു എന്ന് നിങ്ങൾ ആലോചിക്കുക, എത്ര നമസ്കരിച്ചു എന്ന് നിങ്ങൾ ആലോചിക്കരുത്. നിങ്ങൾ ചെയ്യേണ്ടത് പരമാവധി ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. അവസാനത്തെ ശ്വാസം നിലക്കുന്നത് വരെ ഞാൻ ചെയ്തത് കുറഞ്ഞു പോയി എന്ന മാനസികാവസ്ഥ ഉണ്ടായാലേ ഇസ്ലാമിൽ വിജയിക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറയുന്നതായിട്ട് തൃപ്തി അടയാതിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് സന്തോഷിക്കാം, പക്ഷെ സാറ്റിസ്ഫൈ ആകരുത്. ഞാൻ ഇനിയും ചെയ്യാനുണ്ട് എന്ന് നമ്മൾ തോന്നണം. സെയ്ദ് ഖുത്ബ് ഫീലുൽ ഖുർആനിൽ ഇതേപോലത്തെ മറ്റൊരു ആയത്ത് വിശദീകരിക്കുന്നിടത്ത് പറയുന്നുണ്ട്, ഒരു യഥാർത്ഥ വിശ്വാസിയാകാൻ ഇസ്ലാമിന് വേണ്ടി നമ്മൾ എന്ത് കൊടുക്കണം, എന്ത് ത്യാഗം ചെയ്യണം എന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയേ ചെയ്യരുത്. അറിഞ്ഞുകൊണ്ട് കൊടുക്കാൻ കഴിയാത്തത്രത്തോളം വലുതാണ് ഒരു മുസ്ലിം ചെയ്യേണ്ടുന്ന ത്യാഗങ്ങൾ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മളെ വിചാരണ ചെയ്യുന്നത് നമ്മുടെ സാഹചര്യം വെച്ചുകൊണ്ടായിരിക്കും. നമുക്ക് ഓൾറെഡി എല്ലാ സാഹചര്യവും ഒത്തുവന്നവരാണ് നമ്മൾ. എന്നിട്ട് പറയാണ്, അവൻ അത് സ്വയം മറക്കുകയോ തിരിച്ചറിയുകയോ ചെയ്യാതിരിക്കാൻ മാത്രം തൻ്റെ നാഥൻ്റെ ദൗത്യത്തിൽ മുഴുകിയാലേ ഇത് ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന് സെയ്ദ് ഖുത്ബ് പറയുന്നതായിട്ട് കാണാൻ പറ്റും.
നമ്മൾ എത്ര പ്രവർത്തിക്കേണ്ടത് എന്നതിനെ എങ്ങനെയാണ് നമ്മൾ തീരുമാനിക്കുക? എന്താണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് എന്നത് വെച്ചുകൊണ്ടാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. നമ്മൾ ലക്ഷ്യം വെക്കുന്നത് 23 വർഷം തൻ്റെ എല്ലാം കൊടുത്ത് എല്ലാ ത്യാഗവും ചെയ്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി കിടക്കുന്ന സ്വർഗമാണെങ്കിൽ ഇത്ര ചെയ്താൽ പോരാ. മൂസാ നബി അലൈഹി സ്വലാമും ഇബ്രാഹിം നബി അലൈഹി സ്വലാമും ഉമറുല്ലാനും പോയി കിടക്കുന്ന സ്വർഗത്തിലാണ് നമ്മൾ എയിം ചെയ്യുന്നതെങ്കിൽ ഇത്ര പോരാ എന്ന് നമുക്ക് പെട്ടെന്ന് അതിൻ്റെ ഉത്തരം കിട്ടും. അപ്പം നമ്മൾ സ്വർഗം ലക്ഷ്യം വെക്കുമ്പം ഇതായിരിക്കണം. എന്തിനാണ്, എത്ര വലുപ്പമുള്ള സാധനമാണ് നമ്മൾ. അതുകൊണ്ടാണ് സൂറ ബക്കറയിൽ 214 ആയത്തിൽ അള്ളാഹ് പറയുന്നുണ്ട്, അം ഹസിബ്തും, നമ്മളോടാണ്, നിങ്ങൾ കരുതുന്നുണ്ടോ, അൻ തദ്ഖുലുൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗത്തിൽ കിടക്കാൻ കഴിയുമെന്ന്. വലമ്മാ യഅ്തിയകും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുന്നേ ഉള്ളവർക്ക് വന്ന് ഭവിച്ചിട്ടുള്ള പ്രയത്നങ്ങൾ, പ്രയാസങ്ങൾ, പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് വരാതെ, മസ്സത്തുഹുമുൽ ബഅസാഉ വദ്ദറാഹു വസുൽസിലു ഹത്താ യഖൂല റസൂലു വല്ലദീന ആമനു മഅഹു മതാ നസ്റുല്ലാഹ്, അള്ളാന്റെ സഹായം എവിടെ എന്ന് പ്രവാചകന്മാർ പോലും ചോദിക്കുന്ന വണ്ണം അവരെന്ത് ചെയ്തു? വിറപ്പിക്കപ്പെട്ടു. ആ പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് വരാതെ നിങ്ങൾക്ക് ആ സ്വർഗത്തിൽ കിടക്കാൻ കഴിയും എന്നാണോ നമ്മൾ കരുതുന്നത് എന്നുള്ള ചോദിക്കുന്നത് കാണാൻ പറ്റും. അപ്പം ഇതാണ് ഇതിലെ ഒന്നാമത്തെ പാഠം. ചെയ്തത് മതിയായി എന്ന തോന്നൽ നമ്മളെ പരാജയത്തിലേക്ക് എത്തുള്ളൂ എന്ന് മാത്രമല്ല, മനുഷ്യൻ്റെ സൈക്കോളജി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെപ്പം ഒരു കാര്യത്തിൽ സാറ്റിസ്ഫൈഡ് ആവുന്നോ പിന്നെ താഴത്തേക്കേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, പോവുള്ളൂ. നമ്മളെപ്പം നമുക്ക് മതിയായില്ല എന്ന് വിചാരിക്കുന്നു അപ്പോഴേ നമുക്ക് മുകളിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ എന്ന് കാണാൻ പറ്റും. സൂറ മുദ്ദസ്സിറിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രിപ്പയർ ചെയ്യാണ് ഒരു ദൗത്യത്തിന്. അതിൽ അള്ളാഹ് പറയുന്നത് വലാ തംനുൻ തസ്തക്സിർ എന്നാണ്. നീ ഒരിക്കലും എന്ത് ചെയ്യരുത്, അധികമായി എന്ന് കരുതി കർമ്മം മുറിച്ച് കളയരുത് എന്നാണ്. അധികമായി എന്ന് കരുതിയിട്ട് കർമ്മം മുറിച്ച് കളയരുത്. പിന്നെ നമുക്ക് വരാവുന്ന ഒരു മാനസികാവസ്ഥയെ അള്ളാഹു ട്രീറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ മുസ്ലിം ആയത് നമ്മൾ അള്ളാഹിനോട് ചെയ്യുന്ന ഒരു ഔദാര്യമാണോ എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോകും. കാരണം നമ്മൾ ഇത്രയും പ്രയാസങ്ങൾക്കിടയിലാണല്ലോ നമ്മൾ മുസ്ലിങ്ങളാകുന്നത്. നമ്മൾ മുസ്ലിം ആകുന്നത് നമ്മൾ അള്ളാഹിനോട് ചെയ്യുന്ന ഒരു ഔദാര്യമാണോ? ഇതിനെ പറയുന്നതാണ് സൂറ ഹുജറാത്തിൽ 17 ആയത്തിൽ, യമുന്നൂന അലൈക അൻ അസ്ലമു, അവർ ഇസ്ലാം സ്വീകരിച്ചു എന്നത് അവർ പിന്നെ വലിയൊരു ഔദാര്യമായിട്ട് എടുത്തു പറയുന്നു. കുല്ല തമുന്നു അലയ്യ ഇസ്ലാമക്കും, നീ പറയുക നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ചതിനെ എന്നോട് കാണിച്ച ഔദാര്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, പറയരുത്. ബലില്ലാഹു യമുന്നു അലൈക്കും, അള്ളാഹു അവരോടാണ് എന്ത് ചെയ്തത്, ഔദാര്യം കാണിച്ചത്. അൻ ഹദാക്കും ലിൽ ഈമാൻ എന്നുള്ളത് എന്ന് പിന്നെ ഖുർആൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 2 പദങ്ങൾ ഈ വിഷയത്തിൽ ഉപയോഗിക്കുന്നതാണ്. ഒന്ന് സാബിക്കു എന്നാണ്, മത്സരിച്ച് മുന്നേറുക സൂറ ഹദീദിൽ. രണ്ടാമത് സാരിയു എന്നാണ്. സാരിയു എന്ന് പറഞ്ഞാലും മത്സരിച്ച് മുന്നേറുക. മത്സരിച്ച് മുന്നേറിയാൽ മാത്രം വിജയിക്കാൻ കഴിയുന്ന ഒരു പ്രവർത്തനത്തിലാണ് നമ്മളുള്ളത് എന്ന് കാണാൻ പറ്റും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഖുർആൻ്റെ ഒരു കൺസെപ്റ്റും കൂടി പറഞ്ഞാൽ നമുക്ക് ക്ലിയർ ആവും. ശുക്ർ, ഖുർആൻ ശുക്രിനെ കുറിച്ച് പറയുന്നത്, ഒരാളൊരു സാധനം ചെയ്തു, നമ്മൾ അതിന് നന്ദി കാണിച്ചിട്ടൊരു സാധനം ചെയ്യുന്നതിനെ കുറിച്ചല്ല അള്ളാഹു ഖുർആനിൽ ശുക്റായിട്ട് പറയുന്നത്. അള്ളാഹിനോട് ഒരിക്കലും ശുക്ർ ചെയ്യാൻ കഴിയില്ല എന്നതാണ് ശുക്രിൻ്റെ മനസ്സിലാക്കലിൻ്റെ ഏറ്റവും. അള്ളാഹിനോട് നമ്മൾ എത്ര ചെയ്താലും ശുക്ർ ചെയ്ത് തീരില്ല എന്നതാണ് ശുക്രിൻ്റെ ഏറ്റവും ഉയർന്ന മനസ്സിലാക്കലെന്ന് ഇമാം ഗസാലി പറയുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പം ശുക്ർ എന്ന് പറയുന്നത് അള്ളാഹുവിനോട് ശുക്ർ ചെയ്യുക എന്നുള്ളതും സ്വർഗം നേടാൻ പ്രവർത്തിക്കുക എന്നുള്ളതും എത്ര എന്ന് നമ്മൾ അളക്കാൻ നിന്ന് കഴിഞ്ഞാൽ ആ അളവിനൊരു പ്രസക്തിയുമില്ല എന്ന് കാണാൻ പറ്റും. നമ്മൾ ആലോചിച്ച് നോക്കുക, വെറുതെ ആലോചിച്ച് നോക്കുക, നമ്മുടെ ആരോഗ്യം, നമ്മുടെ മക്കൾ, നമുക്ക് കിട്ടുന്ന ഈ സമാധാനം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ കാഴ്ച എല്ലാം വെച്ചിട്ട് ആലോചിച്ചിട്ട് വെറുതെ ഇരുന്ന് ലോജിക്കലി ആലോചിച്ചാൽ നമുക്ക് ഇതിന് ശുക്ർ ചെയ്യുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളരെ കുറച്ചേ ചെയ്യുന്നുള്ളൂ എന്ന് കാണാൻ പറ്റും. ഇതാണ് ഒന്നാമത്തെ വിഷയം. ഈ വിഷയം പഠിപ്പിക്കാനാണ് അള്ളാഹു എന്ത് പറയുന്നത്, സഈൻ്റെ മൈൻഡ് സെറ്റ് വേണമെന്നാണ്. ഒരു മുസ്ലിം ആയാൽ ആ മുസ്ലിമിന് ഉണ്ടാവേണ്ടുന്ന മൈൻഡ് സെറ്റ് സഈൻ്റെ മൈൻഡ് സെറ്റാണ്. ആ മുസ്ലിമിന് ഇല്ലാതാകേണ്ടുന്ന 2 മൈൻഡ് സെറ്റ്, ഖലീൽ എന്ന മൈൻഡ് സെറ്റും അഖ്ദ എന്ന മൈൻഡ് സെറ്റും എന്ത് ചെയ്യരുത്, ഉണ്ടാകരുത്. ഖലീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മിനിമം ചെയ്തിട്ട് തൃപ്തി അടയുക. ഏറ്റവും മിനിമം 2.5% സക്കാത്ത്, 2.500 അതാണ് അതിൻ്റെ മിനിമം ചെയ്തിട്ട് തൃപ്തിയാകാം. 5 വക്ത് നമസ്കാരം, 5 വക്ത് കറക്റ്റ് നിസ്കരിച്ച് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി കറക്റ്റ് പെർഫെക്റ്റ് ആണ്. ഇതാണ് മിനിമം ചെയ്തിട്ടും മതിയാ. അതാണ് ഖലീലിൻ്റെ മൈൻഡ് സെറ്റ്. 2 അഖ്ദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അഖ്ദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ബ്ലോക്ക് വരുമ്പം പണി നിർത്തുക.
അതായത് നമ്മളിങ്ങനെ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം വരുമ്പോൾ എന്ത് ചെയ്യുക, തിന്മ ചെയ്യുക. ആദ്യത്തെ ബ്ലോക്കിൽ ഉറങ്ങിപ്പോയാൽ നിസ്കാരം പോവുക, എന്തെങ്കിലും ഒരു തലവേദന വന്നു കഴിഞ്ഞാൽ പിന്നെ ക്ലാസ് എന്തെങ്കിലും നമ്മൾക്ക് തരുന്ന ആദ്യത്തെ ബ്ലോക്കിൽ ഏതോ വിരുന്നുകാർ വന്നു, അപ്പോൾ ഈ ഒരു പണി നമ്മൾ നിർത്തുന്നു. ആദ്യത്തെ ബ്ലോക്കിൽ പണി നിർത്തലാണ് അഖ്ദ എന്നുള്ള മൈൻഡ് സെറ്റ്. സഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ബ്ലോക്ക് വരും എന്നുള്ള എക്സ്പെക്റ്റേഷനും അത് ഞാൻ മറികടക്കും എന്ന മനസ്സിലെ നീയത്തുമാണ് സഈൻ്റെ മൈൻഡ് സെറ്റ്. എന്ന് വെച്ചാൽ ബ്ലോക്ക് ഇല്ല എന്നുള്ളതല്ല, ബ്ലോക്ക് എന്തായാലും വരും, അതിനെ ഞാൻ മറികടക്കുകയും ചെയ്യും എന്നുള്ളതാണ് സഈൻ്റെ മൈൻഡ് സെറ്റ് എന്ന് കാണാൻ പറ്റും. ഇതാണ് പിന്നെ ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം, പരലോകത്ത് സഹായിക്കാൻ ആരൊക്കെയോ ഉണ്ടാകും എന്നുള്ള നമ്മുടെ തെറ്റിദ്ധാരണയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് എത്രത്തോളം ഉണ്ട് എന്ന് പിന്നെ അറിയില്ല. ഇതിനെക്കുറിച്ച് കുറേ ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും നമ്മളെ നയിക്കുന്ന പലപ്പോഴും ഇൻഡയറക്റ്റ് ആയിട്ട് ഈ മൈൻഡ് സെറ്റാണ് എന്ന് കാണാൻ പറ്റും. ഖുർആൻ ഇവിടെ ഇത് പറയാനുള്ള കാരണം മക്കയിലെ ബഹുദൈവ വിശ്വാസികൾക്കും കുറേയൊക്കെ നമ്മുടെ നാട്ടിലെ പലതരം വിശ്വാസികൾക്കും ഉള്ള ഒന്നാണെന്ത്, അള്ളാഹുവിൻ്റെ അടുത്ത് ശുപാർശ ചെയ്യാൻ ഏതൊക്കെയോ മഹാന്മാർ അല്ലെങ്കിൽ അള്ളാഹിൻ്റെ അടുത്ത് നമ്മളെ സഹായിക്കാൻ അല്ലാത്ത കുറേ ഇലാഹി കൺസെപ്റ്റുകൾ ഉണ്ടാവും എന്നതിനെയാണ് നേർക്ക് നേരെ ഇത് പറയുന്നത്. അതേസമയം നമുക്കും ഈ പ്രശ്നമുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു വീഴ്ച വന്നു കഴിഞ്ഞാൽ അത് ഞാൻ മാത്രമല്ല അവനുമുണ്ട് എന്ന് പറയാനാണ് നമുക്ക് ഇഷ്ടം. എൻ്റെ മാത്രം പ്രശ്നമല്ല, അവനും കൂടി ഉള്ളത് കൊണ്ടാണ് എന്ന് പറയാനാണ് നമുക്ക് ഇഷ്ടം. നമ്മൾ തെറ്റുകൾ ചെയ്യുമ്പം ഈ ഒരു കൂട്ടത്തിൻ്റെ ഭാഗമായതുകൊണ്ട് ആ കൂട്ടം എന്തോ എന്നെ നയിച്ചിട്ടാക്കിയതാണ് എന്ന് പറയാനാണ് നമുക്ക് ഇഷ്ടം. ഒരു പ്രശ്നം വന്നാൽ എൻ്റെ വീഴ്ച കാണുന്നതിനേക്കാൾ അവൻ്റെ വീഴ്ച ആയിരിക്കുമോ എന്ന് ചിന്തിക്കാനാണ് നമുക്ക് ഇഷ്ടം. എന്ന് പറഞ്ഞാൽ അള്ളാഹ് പറയുന്നത്, നമ്മളെ അള്ളാഹു വിചാരണ ചെയ്യുമ്പം വലാ തസിറു വാസിറത്തുൻ വിസിറ ഉഖ്റ, ഒരാളും നമ്മൾ പേറുന്ന പാപത്തിൻ്റെ ഒരു ഗ്രാം പോലും പരലോകത്ത് എന്ത് ചെയ്യൂല, പേറില്ല. എന്ന് പറഞ്ഞാൽ ലോജിക്കലി യുക്തിപരമായിട്ട് സേഫ് പൊസിഷൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ച ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്ന് ചിന്തിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്ന് മാത്രമല്ല, ലോകത്ത് ഒരാളും എൻ്റെ പിതാവോ എൻ്റെ പേരോ എൻ്റെ പാരമ്പര്യമോ എൻ്റെ സംഘടനയോ എൻ്റെ സമുദായമോ ആരും തന്നെ പരലോകത്ത് എൻ്റെ കൂടെ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുമ്പം നമുക്കുണ്ടാകുന്ന ഒരു സെൽഫ് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അത് നമ്മൾ ഏത് സംഘടനയിലാണെങ്കിലും ഏത് സമുദായത്തിൻ്റെ ഭാഗമാണെങ്കിലും എത്ര വലിയ പണ്ഡിതൻ്റെ കൂടെയാണെങ്കിലും അയാളൊരു തെറ്റ് പറഞ്ഞാൽ ഞാനാണ് ഇതിന് മറുപടി പറയേണ്ടത് എന്ന് നമുക്ക് ബോധമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യൂല, ഒരാളെയും അന്ധമായിട്ട് ഫോളോ ചെയ്യില്ല. നമുക്കറിയാം എന്ത്, അയാൾ നയിച്ചാൽ പോലും അയാളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പരലോകത്ത് കുറ്റം പറയാൻ പറ്റില്ല. പരലോകത്ത് കുറേ രംഗങ്ങൾ അള്ളാഹു വിവരിക്കുന്നുണ്ട്. അതിലൊന്ന്, നരകത്തിൽ പോകാൻ പോകുന്നവർ പറയും എന്ത്, ഷെയ്ത്താനെ വിളിച്ചിട്ട് പറയും എന്ത്, അല്ല നീയാണല്ലോ ഈ പരിപാടിയൊക്കെ ഒപ്പിച്ചത്. അപ്പം ഷെയ്ത്താൻ തിരിച്ചു പറയും എന്ത്, ഞാൻ വിളിച്ചിട്ടേ ഉള്ളൂ, അള്ളാഹ് അതിനേക്കാൾ വിളി അപ്പുറത്ത് വിളിച്ചിട്ടുണ്ട്, നീ എന്ത് ചെയ്തു, എൻ്റെ വിളി കേട്ടു എന്ന് പറയുന്നുണ്ട്. രണ്ടാമത് മഹ്ശറിൽ ഒരു രംഗമുണ്ട്, നേതാക്കന്മാരും അനുയായികളും വരും. എന്നിട്ട് നേതാക്കന്മാരോട് അനുയായികൾ പറയും, നമ്മൾ ദുർബലരായിരുന്നല്ലോ, നിങ്ങൾ കാരണമല്ലേ നമ്മൾ വഴിതെറ്റിപ്പോയത് എന്ന് പറയുന്നിടത്ത് അനുയായികൾ ആ ദൗർബല്യം ഒരു എക്സ്ക്യൂസാണ് പറഞ്ഞത് എന്ന രീതിയിലാണ് ഖുർആൻ്റെ ആയത്ത് നമുക്ക് അവിടെ കാണാൻ കഴിയുക. പണ്ഡിതന്മാർ കഴിയൊഴിയുന്ന രംഗങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരാളെ അന്ധമായി വിശ്വസിച്ചു എന്നുള്ളതോ നമ്മളൊരു സംഘത്തിൻ്റെ കൂടെയാണ് എന്നുള്ളതോ ഒന്നും എന്ത് ചെയ്യൂല, വല തസിറു വാസിറത്തൻ വിസിറ ഉഖ്റ എന്നുള്ളതാണ്. വിചാരണ ഒറ്റക്കാണ് എന്നുള്ളത് ഖുർആൻ്റെ വലിയ പാഠമാണ്. ഇതിൽ ഖുർആനിൽ 2 ആയത്തുകൾ മാത്രം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാം. ഒന്ന് സൂറ ബക്കറയിലെ 134 ആയത്താണ്. തിൽക ഉമ്മത്തുൻ ഖദ് ഖലത്ത്, ആ സമൂഹം എന്ന് പറയുന്നത് കഴിഞ്ഞുപോയ സമൂഹമാണ്. എന്ന് വെച്ചാൽ ഏതോ ഒരു സമൂഹത്തിൻ്റെ പാരമ്പര്യം വെച്ചുകൊണ്ട് പറയുന്നവരോട് പറയുന്നത് ആ സമൂഹം കഴിഞ്ഞു പോയതാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം കഴിഞ്ഞുപോയി, മൂസാ നബി അലൈഹി സ്വലാം കഴിഞ്ഞുപോയി. ലഹാ മാ കസബത്ത് വലക്കും മാ കസബ്തും, അവർക്ക് പ്രവർത്തിച്ചതുണ്ട്, നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് പ്രവർത്തിച്ചതാണ്. വലാ തുസ്അലൂന അമ്മാ കാനൂ യഅമലൂൻ, നിങ്ങളോട് എന്ത് ചെയ്യൂല, അവർ പറഞ്ഞ പ്രവർത്തനത്തിനെ കുറിച്ച് ചോദിക്കപ്പെടൂല എന്ന് അള്ളാഹ് പറയുന്നതായിട്ട് കാണാൻ പറ്റും. സൂറ ബക്കറയിൽ 48 ആയത്തിൽ മഹ്ശറിനെ കുറിച്ച് പറയാണ്. വത്തക്കൂ, നിങ്ങൾ സൂക്ഷിക്കണം, വത്തക്കൂ യൗമൻ, ഒരു ദിവസത്തെ, ലാ യജ്സി നഫ്സുൻ അൻ നഫ്സിൻ ഷൈഅ, ഒരാൾക്കും മറ്റൊരാളെയും ഒരു തരത്തിലും സഹായിക്കാൻ കഴിയാത്തൊരു ദിവസം. വലാ യുഖ്ബലു മിൻഹാ ഷഫാഅത്തൻ, ഒരു ഷഫാഅത്തും സ്വീകരിക്കപ്പെടുകയില്ല എന്ന് അള്ളാഹ് പറയുന്നതായിട്ട് കാണാൻ പറ്റും. ഇതിൻ്റെ ഏറ്റവും
മനസ്സിൽ ടച്ച് ചെയ്യുന്ന രംഗം ഖുർആനിൽ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ വിഷയം നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ഈ പറയുന്നത് കൊണ്ട് നമുക്ക് മനസ്സിലാവും. മുലയൂട്ടുന്ന ഉമ്മമാർ സ്വന്തം കുട്ടികളെ വലിച്ചെറിഞ്ഞു പോകുന്ന ദിവസം. ഇതെന്തിനാണ് അള്ളാഹ് പറയുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കുക. എന്തിനാണ് അള്ളാഹു എല്ലാം തകരുമെന്ന് പറഞ്ഞാൽ പോരെ? എന്നുവെച്ചാൽ ഇതൊക്കെ എന്തിനാണ് മുലയൂട്ടുന്ന ഉമ്മമാർ സ്വന്തം കുട്ടികളെ വലിച്ചെറിയുന്ന അള്ളാഹ് പറയുന്നത് വെച്ചാൽ, ലോകത്ത് നമുക്ക് വിശ്വസിക്കാൻ ഏതെങ്കിലും ബന്ധം സാധ്യമാണെങ്കിൽ അത് ഉമ്മാൻ്റെ സ്നേഹമാണ്. ഉമ്മ ഒരിക്കലും കൈവിടൂല എന്നുള്ളതാണ്. നമുക്ക് ഏതെങ്കിലും ഒരു ബന്ധത്തിൽ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഉമ്മ ഒരിക്കലും നമ്മളെ കൈവിടൂല. മുലയൂട്ടുന്ന ഉമ്മ എന്തായാലും കൈവിടൂല. പക്ഷെ മുലയൂട്ടുന്ന ഉമ്മ സ്വന്തം കുട്ടിനെ വലിച്ചെറിയണമെങ്കിൽ എന്തായിരിക്കും ആ സംഭവം? ഓരോ നഫ്സും തൻ്റെ നഫ്സിനെ മാത്രം ശ്രദ്ധിക്കുന്ന ആ ദിവസത്തെ കുറിച്ചാണ് അള്ളാഹ് പറയുന്നത്. അപ്പോൾ ഇതാണ് രണ്ടാമത്തത്. ഇനി ഈ രണ്ട് കാര്യങ്ങളെയും പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹു നമ്മുടെ മുന്നിൽ രണ്ട് വ്യക്തിത്വങ്ങൾ ഇട്ട് തരാണ്. ഒന്ന് മൂസാ നബി അലൈഹിസ്സലാമാണ്, രണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്. അതാണ് ഈ ആയത്തിൽ അംലം യുനബ്ബ ബിമാ ഫി സുഹുഫി മൂസ വ ഇബ്രാഹിം അല്ലദി വഫ. ഇത് മാത്രം നമുക്കൊരു 4-5 ക്ലാസ് എടുക്കാൻ പറ്റും. എന്ന് വെച്ചാൽ എങ്ങനെയാണ് സഈൻ്റെ മൈൻഡ് സെറ്റ് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത് മൂസാ നബി അലൈഹി സ്വലാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാം എടുക്കാൻ പറ്റും. അല്ലാ തസിറു വാസിറത്തൻ വിസ്റ ഉഖ്റ, മറ്റൊരാളെയും ഡിപ്പെൻഡ് ചെയ്യാതെ സ്വന്തം സ്വർഗം ഉറപ്പാക്കിയതിന് തെളിവായിട്ടും ഈ രണ്ടുപേരെ കുറിച്ച് നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റും. 1-2 ഉദാഹരണങ്ങൾ മാത്രം പറയാം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ സമർപ്പണത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആദ്യം മുതൽ അവസാനം വരെ അദ്ദേഹം ഒറ്റക്കായിരുന്നു എന്നുള്ളതാണ്. ഇടയ്ക്ക് ഹാറൂൻ നബി അലൈഹി സ്വലാമിനെ കൂട്ടിന് പടച്ചവൻ്റെ അടുത്ത് ചോദിച്ച് മേടിക്കുന്നതാണ്. പക്ഷെ ഒരു പാരമ്പര്യത്തിൻ്റെയും സപ്പോർട്ടില്ലാതെ നിരന്തരം ഒരു സമുദായം ചതിച്ചു കൊണ്ടിരുന്നിട്ട് നന്നാകുക പിന്നെയും ചീത്തയാകുക, നന്നാകുക പിന്നെയും ചീത്തയാകുക, ഇട്ടുപോകാൻ തോന്നുമാർ അത്രയും നിഫാഖുള്ള ഒരു സമുദായത്തിൻ്റെ കൂടെ താൻ സ്വർഗം നേടണമെന്നൊരൊറ്റ അക്ത ഒരു ബ്ലോക്കും നിർത്താതെ ഒരു വ്യക്തിത്വം ചരിത്രത്തിലുടനീളം അള്ളാഹിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിന്നിട്ടുണ്ടെങ്കിൽ അതാരാണ്? മൂസാ നബി അലൈഹി സ്വലാമാണ്. അപ്പം മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രത്തിന് 2 ഉദാഹരണം മാത്രം പറയാം. എന്ന് വെച്ചാൽ അല്ലാ തസിറു വാസിറത്തൻ വിസ്റ ഉഖ്റ എന്ന വിഷയത്തിൽ. പിന്നെ മറ്റേ വിഷയത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ഉദാഹരണവും പറയാം. സൂറ ഷുഅറയിൽ 61-62 ആയത്തിൽ ഈ രംഗം എവിടെയാണെന്ന് വെച്ചാൽ ചിത്രീകരണമാണ്. ഈ രംഗം ബനു ഇസ്രായേലിനെയും കൊണ്ട് മൂസാ നബി അലൈഹി സ്വലാം എന്ത് ചെയ്യാണ്? പോവാണ്. ഈ രംഗം നമ്മൾ മനസ്സിലാലോചിച്ചാൽ ഇതിൻ്റെ ഒരു ഇത് വലുപ്പം നമുക്ക് മനസ്സിലാവില്ല. അല്ലെങ്കിൽ ഇവിടെ നിന്നിട്ട് ഈ റൂമിൽ ഇരുന്നിട്ട് മനസ്സിലാവില്ല. ഇങ്ങനെ പോകുമ്പോൾ കടൽ മുന്നിൽ, ബാക്കിൽ ആരാണ്? മൊത്തം ഫിർഔനും ഫിർഔനും ഇതെന്ന് പറഞ്ഞാൽ ഏതോ വലിയ സംഘം, കിട്ടിയ അപ്പം കൈകാല് വെട്ടുന്ന സംഘം. എന്നിട്ട് ഇവർ ഈ സ്റ്റക്കായി നിൽക്കുന്ന സമയത്ത് ബനു ഇസ്രായേലർ മൂസാ നബി അലൈഹി സ്വലാമിനോട് മുഖം തിരിഞ്ഞ് ആലോചിച്ച് നോക്കുക. മൂസാ നബി അലൈഹി സ്വലാം അവരെല്ലാം പറഞ്ഞു കൊണ്ടുപോയിട്ട് ആ രംഗത്ത് നിന്ന് മൊത്തം ടീം തിരിഞ്ഞിട്ട് പറയാണ്, ഫലമ്മ തറ അൽ ജംആനി ഖാല അസ്ഹാബു മൂസ ഇന്നാ ലമുദ്റകൂൻ. ഇത് പണി കഴിഞ്ഞു മോനെ, നിന്റെ കൂടെ വന്നിട്ട് എന്ത് ഗുണമാണ് ഉണ്ടായത്? ജീവൻ പോവാണ്, ഇന്നാ ലമുദ്റകൂൻ, നമ്മൾ നശിപ്പിക്കപ്പെടാൻ പോവാണ് എന്ന് പറയുന്നിടത്ത് അല്ലാ തസിറു വാസിറത്തൻ വിസ്റ ഉഖ്റ എന്നതും അതേപോലെ തന്നെ അഅ്താ ഖലീലൻ വഖ്ദ, ഒരു ബ്ലോക്കും പ്രശ്നമാകാത്ത, ഒരു പാരമ്പര്യത്തിൻ്റെ ഇതില്ലാത്ത, അള്ളാഹിൽ മാത്രം തവക്കുൽ ചെയ്യുന്ന മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, കാലക്കല്ല, അങ്ങനെയൊന്നുമല്ല, ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, നമ്മളെ കൂടെ ആരുണ്ട്? റബ്ബുണ്ട്, അവൻ നമ്മളെ വഴികാട്ടും എന്നുള്ളതാണ്. ഇതാണ് ഒരു തരം ബ്ലോക്കും. കടലെന്ന ബ്ലോക്ക് പ്രശ്നമല്ല, ഫിർഔൻ എന്ന ബ്ലോക്ക് പ്രശ്നമല്ല. അതാണ് രണ്ടാമത്തത്. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, ഇതെന്തിനാണ് അള്ളാഹു നമ്മളോട് പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കാം. ഫിർഔൻ്റെ അടുത്ത് മൂസാ നബി അലൈഹി സ്വലാം പ്രബോധനത്തിന് വരുമ്പം കുറേ സംഭാഷണങ്ങൾ തമ്മിൽ നടക്കുന്നുണ്ട്. ആ സംഭാഷണം തുടങ്ങുന്നിടത്ത് മൂസാ നബി അലൈഹി സ്വലാമിനെ ഒന്നുമല്ലാതാക്കുന്ന ഒരു ചോദ്യം ഫിർഔൻ ചോദിക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാല അലം നു റബ്ബിക ഫീന വലീദൻ വലബിസ്ത ഫീന മിൻ ഉമരിക സിനീൻ എന്നാണ്. നീ കുട്ടിയായിരുന്നപ്പോൾ ഞാനല്ല നിന്നെ നോക്കിയത് എന്ന് ഫിർഔൻ ചോദിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നിന്നെ ഇത്രയും കാലം ഭക്ഷണം തന്ന് വളർത്തിയത് ഞാനല്ലേ, എന്നിട്ട് നീ എൻ്റെ അടുത്താണ് ഈ വലിയ വർത്താനം പറയുന്നതെന്ന് ചോദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു പാരമ്പര്യം അവിടെ എന്ത് ചെയ്യാണ്? ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു എൻ്റെ റബ്ബിൽ നിന്നാണ് ഞാൻ വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വൻ സംഭവത്തിൽ വരുമ്പം ഫിർഔൻ പറയണം, നീ ഭയങ്കര ചെറിയ കുട്ടി ഇവിടെ മൂക്കൊലിപ്പിച്ചൊക്കെ നടന്നപ്പം ഞാനല്ലേ നിന്നെ വളർത്തിയത് എന്ന് പറയുമ്പം സ്വാഭാവികമായിട്ടും അല്ല തസിറു വാസിറത്തൻ വിസ, ഒരു പാരമ്പര്യത്തിൻ്റെ വെയിറ്റിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ മൂസാ നബി അലൈഹി സ്വലാം ഇവിടെ തളർന്നു പോകും. മൂസാ നബി അലൈഹി സ്വലാം പറയുന്നത് ഫവഹബലി റബ്ബി ഹുക്മൻ വജഅൽനി മിനൽ മുർസലീൻ, എനിക്ക് അള്ളാഹു ആണ് എന്ത് ചെയ്തത്? ഈ ഹുക്മ്
തന്നത്, അവനാണ് എന്ത് ചെയ്തത്, എന്നെ പ്രവാചകനാക്കിയത്. ഇതാണ് രണ്ടാമത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ രണ്ട് സംഭവങ്ങൾ മാത്രം പറയാം. ഇത് ഞാൻ പറഞ്ഞത് അല്ലാ തസിറു വാസിറത്തൻ വിസറ, ഒരു പാരമ്പര്യവും ഒരു ബ്ലോക്കും പ്രശ്നമാകാതെ സഈ ചെയ്യുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും പഠിക്കേണ്ടുന്ന ഒരു വിഷയത്തിൽ, ഏത് വിഷയത്തിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കം മുതൽ വയസ്സായിട്ട് മരണം വരെ സമർപ്പണത്തിന് ഏതെങ്കിലും ഒരു വ്യക്തിത്വത്തിൻ്റെ ഉജ്ജ്വല ഉദാഹരണം നിങ്ങൾക്ക് ഖുർആനിൽ ശ്രദ്ധിക്കണമെങ്കിൽ അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം സ്വന്തം നാട്, വീട്, പിതാവ്, സമൂഹം, സമുദായം എല്ലാത്തിനെയും വിട്ടിട്ട് പോകുന്നൊരു രംഗമുണ്ട്. അതിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയുന്നത് വഖാല ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി സയഹ്ദീൻ എന്നാണ്, ഞാൻ എൻ്റെ റബ്ബിലേക്ക് പോകുന്നു എന്നാണ്. എന്നിട്ട് ജീവിതത്തിൻ്റെ ഏറ്റവും അവസാനത്തിൽ എന്ന് വെച്ചാൽ ജീവിതത്തിൽ വയസ്സായിട്ട് അത്രയും കാലം അള്ളാഹുവിന് സമർപ്പണത്തോടു കൂടി ജീവിച്ച ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് ജീവിതത്തിൻ്റെ അവസാനത്തിൽ പിന്നെയും അള്ളാഹ് പറയണെന്ത്, നീ എന്നോട് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം മകനെ അറുക്കാൻ വേണ്ടി പറഞ്ഞ് അതിൽ പൂർണ്ണമായി വിജയിച്ചപ്പം അള്ളാഹു പറയുന്നത് ഫലമ്മ അസ്ലമ വതല്ലഹു ലിൽ ജബീൻ എന്നാണ്. ഫലമ്മ അസ്ലമ, അവർ മുസ്ലിങ്ങളായി എന്ന് പറയുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പം ഇതാണ് ഈ രണ്ട് വ്യക്തിത്വങ്ങളെ വെച്ചുകൊണ്ട് അള്ളാഹു പഠിപ്പിക്കുന്നത്. അപ്പോൾ എന്താണ് ഇന്നത്തെ ക്ലാസ്സിൻ്റെ ജീവിത പാഠങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്ന് വെച്ചാൽ അടുത്തൊരാഴ്ച ഈ ആയത്തുകൾ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പകർത്തും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, ഒരിക്കലും ജീവിതത്തിൽ നമ്മൾ എത്ര വലിയ പണ്ഡിതനാണെങ്കിലും, എത്ര നമസ്കരിക്കുന്നവരാണെങ്കിലും, എത്ര ഖുർആൻ ഓതുന്നവരാണെങ്കിലും ഒരിക്കലും ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ലാത്ത ഒരു ഓവർ കോൺഫിഡൻസ് ആണ് ഞാൻ സ്വർഗത്തിന് വേണ്ടി ചെയ്തത് മതിയായി എന്നുള്ളത്. ഒരിക്കലും മതിയാകാത്ത, ഒരിക്കലും ശുക്ർ ചെയ്ത് തീരാത്ത ഒന്നാണ്. ഈ മൈൻഡ് സെറ്റ് നമ്മളെ തന്നെ നിരന്തരം എന്ത് ചെയ്യുക, ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് ഇതാണ്. നമ്മളെ രക്ഷപ്പെടുത്തുന്ന ഒരു മൈൻഡ് സെറ്റ് സഈൻ്റെ മൈൻഡ് സെറ്റാണ്. സഈൻ്റെ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നന്മ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ തടസ്സമുണ്ടാകുമെന്നും ആ തടസ്സത്തെ ഞാൻ മറികടക്കാൻ റെഡിയാണ് എന്ന് മനസ്സിലുണ്ടായാൽ മാത്രമേ നമുക്ക് ഈ പ്രവർത്തനത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. സഈൻ്റെ മൈൻഡ് സെറ്റ് ഉണ്ടാകും. മൂന്നാമത് ഉമർ അള്ളാഹുവിൻ്റെ ഒക്കെ ഒരു മൈൻഡ് സെറ്റാണ് എപ്പോഴും കുറഞ്ഞു പോയോ എന്ന മാനസികാവസ്ഥയാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. ഇത് കുറഞ്ഞു പോയോ നിസ്കാരം, അതുകൊണ്ടാണ് നമസ്കാരത്തിന് ശേഷം അള്ളാഹു ആദ്യം അസ്തഗ്ഫിറുല്ലാ എന്ന് പറയുന്നത് വിനയത്തെക്കുറിച്ച് കുറിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം കുറഞ്ഞു പോയോ എന്ന മാനസികാവസ്ഥ നമുക്ക് ഉണ്ടാകുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. നാലാമത്, പരലോകത്തിൽ ഒരാളും നമ്മുടെ കൂടെ ഉണ്ടാവുകയില്ല എന്ന ബോധം ഏത് ബന്ധം വെക്കുമ്പോഴും, ഏത് സമുദായത്തിൻ്റെ ഭാഗമാകുമ്പോഴും, ഏത് സംഘടനയിൽ പ്രവർത്തിക്കുമ്പോഴും, ഏത് പണ്ഡിതൻ്റെ ഉപദേശങ്ങൾ കേൾക്കുമ്പോഴും, ഏത് നേതാവിനെ അനുസരിക്കുമ്പോഴും നമുക്ക് ഉണ്ടാവേണ്ടത് പരലോകത്തിൽ എൻ്റെ അമലുകൾക്ക് ഞാൻ മാത്രമേ മറുപടി പറയേണ്ടി വരും എന്നുള്ളതാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ആയത്തിന് ഇതാക്കുക. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് പഠിക്കാൻ കഴിയേണ്ടുന്ന രണ്ട് വ്യക്തിത്വങ്ങൾ മൂസാ നബി അലൈഹി സ്വലാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാം. അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചവൻ നമുക്ക് കുറച്ച് ചെയ്യുകയും എന്തെങ്കിലുമൊക്കെ തടസ്സം വന്ന് നിന്ന് പോവുകയും ചെയ്യുന്ന മാനസികാവസ്ഥ ഉണ്ടെങ്കിൽ അള്ളാഹു അതൊക്കെ ദൂരീകരിച്ചു തരുമാറാകട്ടെ. പടച്ചവൻ എപ്പോഴും പ്രയത്നിക്കാനുള്ളൊരു മനസ്സ് അള്ളാഹു നമുക്ക് ധാരാളമായി നൽകുമാറാകട്ടെ. എല്ലാ സന്ദർഭത്തിലും അവൻ്റെ ശുക്ർ ഇനിയും ചെയ്യണം എന്ന ആഗ്രഹം നമ്മുടെ ഉള്ളിൽ അള്ളാഹു നിറച്ച് തരുമാറാകട്ടെ. പടച്ചവൻ ഏത് ബന്ധം വെക്കുമ്പോഴും സ്വന്തത്തെക്കുറിച്ച് ആലോചിക്കുന്ന, ഒരാളെയും അന്ധമായി വിശ്വസിക്കാതെ സ്വന്തത്തെക്കുറിച്ച് ആലോചിക്കുന്ന ഒരു ഈമാൻ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.